ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ. കാലത്ത് തന്നെ കിച്ചണിലേക്ക് വന്നതാട്ടോ, എന്താ ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ നമ്മളെ ദോശ മാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ബാക്കി പ്രിപ്പറേഷനൊക്കെ ചെയ്യട്ടെ കേട്ടോ. മസാല ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി ഒരു 2 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇന്ന് അധികം കഷ്ണങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ നമ്മളെ ഉണക്കമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. മുന്നൊക്കെ ഞാൻ മസാല ദോശയുടെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതാ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതേ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്ക് ക്യാരറ്റൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ക്യാരറ്റൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബീട്രൂട്ടൊക്കെ വേണമെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് അതൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ടേ മസാല ദോശയാണ് കേട്ടോ. എന്നാലും മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോന് സ്കൂളിലേക്ക് നേരത്തെ പോകണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ നന്നായി വഴറ്റി വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ സബോളൊക്കെ ഏകദേശം വഴറ്റി സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൈസിന് വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. വലിയ എരിവുള്ള കുരുമുളക് പൊടിയൊന്നും അല്ല കേട്ടോ. എനിക്കിതിൻ്റെ മണമൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മുടെ മസാലയിൽ, അതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. എല്ലാവരും ഇട്ട് കൊടുക്കാറുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് പീസൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോഴേ ദോശ ചുട്ടെടുക്കാൻ പോവാൻ കേട്ടോ. അപ്പോഴേ നമ്മുടെ ദോശയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ദോശ. ഇതുപോലെ മൊരിയണം ഇട്ട്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മടക്കാം. ഫസ്റ്റ് ദോശ കാരണം ചെറുതായി പൊട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കണത് എന്താ അപ്പം ഇനി ചോറിലേക്ക് കറി ഉണ്ടാക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ചേമ്പ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടൊന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചുട്ടാ. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് നമ്മളൊരു മോര് കാച്ചിയതാണെന്ന് ഉണ്ടാക്കാൻ പോണേ കേട്ടാ. അധികം ആരും ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ തോന്നി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചേമ്പിൻ്റെ തണ്ടിൻ്റെ തോലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമുക്ക്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞ് കേട്ടത് കേട്ടോ. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റല്ലേ. മുന്നേ ഞാൻ ചേമ്പിൻ്റെ തണ്ടും പരിപ്പും വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊള്ളില്ലേ, നമ്മളെ കപ്പയും ചേമ്പിൻ്റെ തണ്ടും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ നല്ല നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. പിന്നെ നമുക്ക് വിശപ്പ് കൂടുതലും ഉണ്ടാവില്ല മഴക്കാലമാകുമ്പോൾ. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നലല്ലേ. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പോൾ ഈ മീൻ കറിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചിക്കൻ ബീഫൊക്കെ വെച്ച് കഴിക്കാനൊക്കെ നല്ലതല്ലേ ഇതുപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തുട്ടാ. പിന്നെ ഒരു 4-5 പച്ചമുളക് കീറിട്ട് കൊടുക്കണ്ടിട്ടാ. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടി അതിനനുസരിച്ചൊക്കെ പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിട്ടാ. ഞാൻ ഒരു 4-5 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം.
നമ്മൾ പണ്ട് കാലത്ത് ഉമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കറികളല്ല ഇതൊക്കെ. അവർക്ക് ഭയങ്കര കൂടുതൽ താല്പര്യമാണ് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമാണ് നാടൻ കറികളൊക്കെ. അപ്പോൾ അതായത് ഞാൻ ചട്ടി എടുത്തിട്ട് അതൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. ഇനി ഇതാ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല, ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഇതാ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുട്ടാ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ടേ, നമ്മളെ ചേമ്പിൻ്റെ തണ്ടിൽ വെള്ളം ഉണ്ടാവുമല്ലോ. ഞങ്ങളിവിടെ താള് എന്നാണ് പറയട്ടെ, ഞങ്ങൾ താള് കറി എന്നൊക്കെ പറയാം. താള് മോര് കാച്ച ഇപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ. നിങ്ങളവിടെ എന്താ പറയാന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ വെന്ത് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വെന്ത് വരും. ഇനി നമുക്ക് നാളികേരം അരച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു മുറി നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ 2-3 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് നമ്മളെ ചെറിയ ചീരകല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മോര് കാച്ചാനല്ലേ പോണത്, അപ്പോൾ ഇതാ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് പുളിപ്പുള്ള തൈരൊന്നുമല്ല കേട്ടോ. ഒരുപാട് തൈര് ഒഴിച്ചു കൊടുക്കണില്ല, പാകത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം നരഞ്ഞ് സെറ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ താളം എന്തായി വെന്തുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ നാളികേരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ താള്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് നാളികേരം അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മളൊന്ന് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് തിളച്ച് മറിയരുത് കേട്ടോ. ഒന്ന് പൊങ്ങി വന്നാൽ മതി നമ്മളെ നാളികേരമൊക്കെ ഒഴിച്ചതിന് ശേഷം. നാളികേരം തൈര് ഒരുമിച്ചാണല്ലോ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സെപ്പറേറ്റ് തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മളെ നാടൻ കറികൾ കഴിച്ച് ചോറുണ്ണാൻ എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ. ഇനി ഞാൻ നിങ്ങളോടൊക്കെ പ്രത്യേകം പറയാണ്, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേ പതിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. നല്ല മണമല്ലേ കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ. കറിക്ക് ഒരു പ്രത്യേക രുചിയും വരുമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി സെറ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഈ കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഫുള്ളായി കാണണം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. നമ്മളെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന നേരത്ത് എടുത്താൽ മതി കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ, അതേപോലെ കഴിക്കാനും നല്ല മൊഞ്ചാണ്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊഴുവ മീനില്ലേ, ചൂടാന്നൊക്കെ പറയും, അതാണ് കേട്ടോ. അപ്പോൾ മസാല ഒക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതേ ചട്ടിയിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ചട്ടി 2 വട്ടം കഴുകേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിയുമല്ലേ. ഇനി ഞാൻ കുറച്ച് നാരങ്ങ എണ്ണയിൽ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നാരങ്ങ കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൊഴുവ മീനൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടണ മീനല്ല അത്. ഇത് നമ്മൾ നാരങ്ങ എണ്ണയിൽ വാട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എല്ലാതും നല്ല വാടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നാരങ്ങയ്ക്ക് അധികം വില ഒന്നുമില്ല കേട്ടോ, നല്ല വില കുറവാണ്. അപ്പോൾ നമുക്ക് എത്ര വേണേലും അച്ചാർ ഇട്ടാക്കാൻ പറ്റിയ സമയമാണ്. മഴക്കാലമായാലും നാരങ്ങയ്ക്ക് ഡിമാൻഡ് കുറവല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ വില കുറവ് കിട്ടാൻ. മറ്റേ വേനൽക്കാലമാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നാരങ്ങ വെള്ളം കലക്കലും കുടിക്കലും ഒക്കെ ഭയങ്കര ക്യാമല്ലേ. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതാ ഇതേപോലെ എല്ലാതും കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. കട്ടിങ് ബോർഡും വെച്ചിട്ട് കട്ട് ചെയ്യുന്നില്ല, കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. കട്ടിങ് ബോർഡും വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, അതിങ്ങനെ ചതഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ മീൻ ഒരു ഭാഗമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും വേണം അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. അധികം മൊരിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മളത് മറിച്ചിട്ട് ഇങ്ങനെ ഇളക്കി മൊരിച്ചെടുക്കണം. ഈ കുഞ്ഞു മീനാകുമ്പോൾ പിന്നെ അങ്ങനെ ചെയ്യണ്ടേ.
അപ്പോൾ അതും കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാം. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കണില്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? അടിച്ച് പൊളിയായി പെയ്യാണല്ലേ. ഇപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളിയിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അച്ചാർ അധികം ദിവസം ഇരിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ കടുകും കറിവേപ്പിലയും ഇട്ടുകൊടുത്തു. പിന്നെ ഇനി നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂട്ടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതും നന്നായി ഒന്ന് മൂട്ടി സെറ്റായിട്ട് വരട്ടെ. കറിവേപ്പിലയുടെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കരിഞ്ഞ് പോയോ എന്ന് തോന്നും. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല മൊരിഞ്ഞ് വന്നിട്ടാണ് കരിവേപ്പില. നമ്മളെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് കേട്ടോ, നല്ല നാടൻ കറിവേപ്പില തന്നെയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി ഒന്ന് മൂത്ത് സെറ്റായിട്ട് വരണം, എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മുന്നൊക്കെ ഇട്ടിട്ട് തോന്നുന്നു നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കല്ലേ, ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ കാണിക്കേണ്ട, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കണേ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ സുർക്ക നന്നായി ഒന്ന് തിളച്ച് വരാം കേട്ടോ. ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ അച്ചാറൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സുർക്ക തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് കട്ട കുത്താതെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇട്ട് കൊടുത്തേക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അച്ചാർ പൊടി മാത്രമല്ല ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഇടയിലൊക്കെ ഒരു കട്ട ഉണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കി കൊടുത്തിട്ട് ഞാൻ. ഇനിയിപ്പോൾ അത് മുളകും പൊടി ഇട്ട് കൊടുക്കണം. എത്ര അച്ചാർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അച്ചാർ പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി സെറ്റായി അടിപൊളിയായിട്ട് വരട്ടെ. ഏകദേശമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കുറുകി ഒരു ചാറോട് കൂടിയിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറൊക്കെ നാരങ്ങൊക്കെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സുർക്കഞ്ഞി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അച്ചാറിലേക്ക് കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കണം, എന്നാലാണ് നന്നായി ഉപ്പ് പിടിച്ച് വരുള്ളൂ. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നാളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഉപ്പ് ഉണ്ടാകാൻ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ അച്ചാർ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം നമ്മൾ നാരങ്ങ വാട്ടിയിട്ടല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ അത് അത്യാവശ്യമൊക്കെ ഒന്ന് പാകമായ പോലെ ആയി ഉണ്ടാവും. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് ഒരാഴ്ചയുടെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല ഇന്ന് തന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അച്ചാർ ടേസ്റ്റൊക്കെ ഉണ്ടാവും തന്നെ. പിന്നെ പഴകും തോറും രുചി കൂടുന്നല്ലേ പറയാം. ഒരു കൊല്ലത്തോളം ഇരുന്നാലും അത്രയും രുചി കൂടുള്ളൂ കേട്ടോ, കുറയില്ല. പ്രത്യേകിച്ച് നാരങ്ങച്ചാറൊക്കെ പറഞ്ഞാൽ നമുക്ക് ബിരിയാണിക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയ ഐറ്റമാണല്ലേ. അപ്പോൾ നമ്മൾ മീനൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ സ്ലിമ്മിലിട്ടിട്ട് മൊരിച്ചെടുക്കണം ഈ മീൻ, എന്നാലാണ് ഇതുപോലെ ആയി വരുള്ളൂ കേട്ടോ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മീനാണല്ലത്. അപ്പോൾ അതായത് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് വെച്ചു. ഇനി നമ്മളതാ താള് മോര് കാച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കാണാൻ നല്ല മുഞ്ചുണ്ടല്ലോ നമ്മളെ കറി. പിന്നെ ഇത്തിരി അച്ചാറും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പാകമായി വരുന്നുണ്ടാവുള്ളൂ, ഇന്നൊക്കെ തന്നെ പാകമാവുമൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ചൂടമീൻ വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച് സ്പെഷ്യൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റ് വന്നു, 4 മണിയായി, മോൻ വരാറായി. ഇപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ കട്ടൻ ചായയാണ് ഉണ്ടാക്കണേ. വെള്ളമൊക്കെ തിളച്ചു, ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ചായക്ക് സ്പെഷ്യൽ പലഹാരങ്ങളൊന്നുമില്ല കേട്ടോ, ബിസ്ക്കറ്റാണുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. മോന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവനും കൊടുക്കണം, ഞാനും കുടിക്കാൻ പോവുകയാണേ. ഇനി രാത്രിയൊക്കെ ഉച്ചക്കത്തെ സെയിം ഫുഡ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.